ഇന്ന് നമുക്ക് ആത്മഹത്യയെക്കുറിച്ച് ചില കാര്യം ചിന്തിക്കാവുന്നതാണ്. ഇക്കാലത്തിൽ ആത്മഹത്യ ഏറ്റവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയവരിലും കുട്ടികളിലും ഈ ഒരു ദുസ്വഭാവം വളരെ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ, ഇതിൽ നിന്ന് ഒരു പരിധിവരെ എങ്ങനെ മോചനം പ്രാപിക്കാം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അല്പനേരം കൂട്ടായിട്ട് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു. യൂദായുടെ കാര്യം ഇവിടെ പറഞ്ഞു. പുതിയ നിയമത്തിൽ ഒരു ആത്മഹത്യ ചെയ്ത ആളാണ് യൂദ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ യൂദ വാങ്ങിയ 30 വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. അദ്ദേഹം തെറ്റ് ചെയ്തു പോയി എന്നുള്ള ആ ബോധ്യം ഉണ്ടായപ്പോൾ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് കെട്ടിഞ്ഞാണ് ചത്തു കളഞ്ഞു. ഇവിടെ ഒരു ആത്മഹത്യയാണ്, കുറ്റബോധത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യ. യഥാർത്ഥത്തിൽ യൂദ അതല്ലായിരുന്നു ചെയ്യേണ്ടത്. യൂദ കാത്തിരിക്കണമായിരുന്നു. യൂദ തന്നെ പരിഹാരം ഉണ്ടാക്കി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യൂദ ചെയ്തതിലും ഉപരിയായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. യൂദ ചെയ്തത് ചുംബിച്ച് കൃത്യമായ ആളെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. യൂദായുടെ മനസ്സിലുള്ള വിചാരം യേശു അത്ഭുതവാനാണ്, എങ്ങനെയെങ്കിലും യേശു രക്ഷപ്പെടുമെന്നുള്ള ചിന്തയാണ് യൂദയ്ക്കുണ്ടായത്. നേർവിപരീതമായി അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ അപ്പോൾ കുറ്റബോധത്തിൻ്റെ പേരിൽ ഉള്ള ആത്മഹത്യ. ഇന്ന് നമ്മൾ കാണുന്ന ആത്മഹത്യകളൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ്. പണ്ടൊക്കെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് കേൾക്കാൻ കഴിയുമായിരുന്നു. ഹൃദയസ്തംഭനം, ക്യാൻസർ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ അപൂർവമായിട്ട് പണ്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ആത്മഹത്യ, തൂങ്ങിച്ചാകലൊക്കെ ഇപ്പോൾ ഇത് സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറ്റബോധം കൊണ്ടുള്ളവരാകാം, ആരോപിതരായി തീർന്നതിൻ്റെ പേരിലായിരിക്കാം, പ്രേമനിരാശത്തിൻ്റെ പേരിലായിരിക്കാം, കടക്കണി മൂലമുള്ള ആത്മഹത്യ ആയിരിക്കാം, മാനഹാനി ഭയന്നിട്ടുള്ള ആത്മഹത്യ ആയിരിക്കാം, സ്വന്തക്കാർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഉള്ള ആത്മഹത്യ ആയിരിക്കാം. എന്നാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അറിയുകയും പറയുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത്. സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താഗതിയൊന്നും ആൾക്കാർക്ക് ഉണ്ടാകുന്നതല്ല. മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ആത്മഹത്യയുടെ ഉദ്ദേശം. പക്ഷേ ആത്മഹത്യ എന്നുള്ളത്
ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കള്ളത്തരമാണ് ആത്മഹത്യ. മറ്റാരും അറിയാതെ വളരെ രഹസ്യമായി ചെയ്യുന്ന ഒരു ക്രിയ. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ മറ്റുള്ളവർ അറിയുന്നു. അയാളുടെ ജീവിത പ്രശ്നങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരോട് പറയുവാനൊരു വിസമ്മതം. അത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മറ്റുള്ളവരുടെ പ്രതിഫലനം എന്നുള്ള ചിന്താഗതികളാണ്. ഈയിടെയായിട്ട് പല ആത്മഹത്യകളും നടന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ ആത്മഹത്യ വലിയ കള്ളത്തരമാണ്. രണ്ടാമത് ദൈവനിഷേധമാണ് എന്നുള്ളതാണ്. ഓരോ ജീവികൾക്കും ജീവൻ ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നത് അത് സൃഷ്ടാവിൻ്റെ അനുമതിയാൽ കിട്ടിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടുത്തുവാനുള്ള അവകാശം ഒരുത്തർക്കും ഇല്ല എന്നുള്ളതാണ്. അത് ആ ജീവൻ നൽകിയവന് മാത്രമേ ആ ജീവൻ പിൻവലിക്കാൻ അവകാശമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ പ്രശ്നങ്ങളുടെ പേരിൽ എങ്ങനെ ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഈ കഴിഞ്ഞിടെ ബസ്സിൽ വെച്ചുണ്ടായ സംഭവം, അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിന്. അദ്ദേഹം ചെയ്തതും വളരെ വിപരീതമായ കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടുംബത്തിൽ ആദ്യം അമ്മയോടും അപ്പനോടും സഹോദരിയോടും സഹോദരനോടും പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രം കാര്യങ്ങൾ വിശദമായി സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് ബുദ്ധിവിധി പറഞ്ഞു തരുന്നത് അമ്മയായിരിക്കും. അമ്മയുടെ ഉപദേശം കേൾക്കണം ആദ്യം. അതിനോട് ചേർന്ന് അപ്പൻ്റെ ഉപദേശം കേൾക്കണം. അതിനോട് ചേർന്ന് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഉപദേശം, പിന്നെ സുഹൃത്തിൻ്റെ ഉപദേശം. ഇത്രയും പേരാരും നീ എത്രയും പെട്ടെന്ന് ആത്മഹത്യ ചെയ്തോളൂ എന്ന് പറയില്ല. ആത്മഹത്യ ചെയ്യാൻ പറ്റിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനുള്ള ഏറ്റവും എളുപ്പമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയും പേരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ തന്നെ പകുതി പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. നാട്ടുകാരെയും മറ്റുള്ളവരെയും പിന്നീട് പരിഗണിച്ചാൽ മതി. അപ്പം ഇതിന് പോലും തയ്യാറെടുപ്പില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആത്മഹത്യ അയാൾ സ്വന്തം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ആളിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന സ്വന്തക്കാരും ബന്ധുക്കാരും അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അത് ദീർഘകാലം നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നവൻ സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും ഓർക്കണം. അവരുടെ ദുഃഖം, അവരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അതൊരു ദുഷ്ടമനസ്സിൻ്റെ ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങളൊക്കെ പരിഹാരം കാണാവുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വടക്കേന്ത്യയിൽ കർഷകർ കടക്കെണി മൂലം ജീവനൊടുക്കി. അത് സാമ്പത്തിക വിഷയമായതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അത് ഏറ്റെടുക്കാനോ ആരും മുതിരുകയില്ലെന്നുള്ളത് നമുക്കറിയാം. ഗവൺമെൻറ് പോലും അതിന് തയ്യാറാകില്ല. അയാളുടെ കടം ഇളച്ചു കൊടുക്കാനോ അയാളെ സഹായിക്കാനോ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അത് എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെയാണ്.
നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള പല ബാങ്കുകാരും വീട് ജപ്തി ചെയ്യുന്നു, വീട് ജപ്തി ചെയ്ത് ഇറക്കി വിടുന്നു, ചിലർ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ പണപരമായ കാര്യങ്ങളിൽ ആത്മഹത്യയിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ലെന്നുള്ള ഉറപ്പ് തന്നെയാണ്. പിന്നെ മാനഹാനി നേരിടുമോ എന്ന് ഭയന്ന് ആത്മഹത്യ. അത് മാന്യതയുള്ളവർ മാനഹാനിയെ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ മാന്യനാണെന്ന് തെളിയിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ നിവാരണ മാർഗം. മരണം വരിക്കുക എന്നുള്ളത് പരാജയത്തിൻ്റെ ലക്ഷണമാണ്, ഒരിക്കലും അത് വിജയത്തിൻ്റെ ലക്ഷണമല്ല. മറ്റു ചിലർ സ്വന്തക്കാർ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ, അമ്മ മരിച്ചു, അതിൻ്റെ പേരിൽ മകൻ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ മകൻ്റെ ഭാര്യയും മക്കളും അവരെ കഷ്ടത്തിലും ദുഃഖത്തിലുമാക്കി തീർക്കുക. ആ സ്നേഹത്തിന് ദൈവസന്നിധിയിൽ യാതൊരു വിലയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനൊക്കെയുള്ള പരിഹാരം ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പ്രത്യേക കൗൺസിലിംഗ് തന്നെ ആവശ്യമായിരിക്കുക. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ജീവൻ ത്യജിക്കുന്നു. കുട്ടികൾ ഇത് കണ്ട് വലിയവർ കാണിക്കുന്ന ഈ പ്രവൃത്തികൾ കുട്ടികളും അനുകരിക്കുന്നു എന്നുള്ളതാണ്. ചിട്ടയില്ലാത്ത ജീവിതവും പ്രവർത്തനങ്ങളുമാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ദ്രവ്യാഗ്രഹം. ജീവിത സുഖങ്ങൾക്ക് വേണ്ടി ദ്രവ്യാഗ്രഹം മൂർച്ഛിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവൻ്റെ തന്നെ നാശത്തിന് ഇടയായിത്തീരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റാർക്കും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം നമ്മുടെ ആത്മീയ ഉപദേഷ്ടാക്കന്മാർക്ക് ഉണരുകയും ഈ വിഷയങ്ങളെക്കുറിച്ചും ജീവിതത്തെ നേരിടേണ്ടതായ വശങ്ങളെക്കുറിച്ചും ആത്മീയ വചനങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഉദ്ബോധനം നൽകി കേരളത്തിലുള്ള ഈ ആത്മഹത്യയെ നിയന്ത്രിക്കുവാൻ ഒരു മുന്നൊരുക്കം നടത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നിപ്പോകും. അനേക കാര്യങ്ങൾക്കും പരിഹാരം വരുത്താവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ ദൈവത്തിലുള്ള വിശ്വാസവും അതിന് അനുസരിച്ച ഒരു ജീവിത ശരിയയും കൈക്കൊള്ളുന്ന പക്ഷം ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ കഴിയും. അതാണ് ഒന്നാമത്തെ മാർഗം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.